പ്രതീക്ഷേട്ടാ, നമ്മൾ മലയാളിക്ക് ഒരു ഗുണമുണ്ട്, അതെന്താണെന്നറിയോ? മലയാളിക്ക് ഗുണവുമുണ്ട്, കുറച്ച് ദോഷങ്ങളുമുണ്ട്. എന്നാലും ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുണമാണ്. ഗുണപാഠമാണോ? ഗുണപാഠമല്ല, പക്ഷെ നമ്മളുടെ ഒരു ഗുണമാണത്. ശരി. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പോസിറ്റീവ്സ് മാത്രം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ മനസ്സിൽ അയാൾക്കൊരു ഇടമുണ്ടെന്നാണ്. അത് വേണമെങ്കിൽ ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, ലവർ ആവാം, ഫ്രണ്ട് ആവാം. ബ്രദർ ആകാം, സിസ്റ്റർ ആകാം എന്ന് പറയുന്നത് വരെ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ഈ ബ്രദർ ആകാം എന്ന് എടുത്തു പറഞ്ഞപ്പോൾ ഒരു സംശയം തുടങ്ങി. ആരാണ് ആ സഹോദര തുല്യൻ? ദയവേത് ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. നാണമാകും, അതുകൊണ്ടാണ്. നാണമൊന്നല്ല, ഏതായാലും എനിക്കില്ല, അതുകൊണ്ടാണ്. ചേട്ടൻ പ്രതീക്ഷിക്കുകയും വേണ്ട. താങ്ക് യു. കുട്ടിയുടെ ശരി, തുടരും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മളിൽ അങ്ങനെ ഒരു സ്ഥാനം പ്രിയങ്ക ചേച്ചി നേടിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ചേച്ചി ഇപ്പോൾ ഫിലിം ഫീൽഡിൽ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ 4-5 ഫിലിമുകളിലേ അഭിനയിച്ചിട്ടുള്ളൂ താനും. പക്ഷെ ചേച്ചി അഭിനയിച്ച ആ ഫിലിമുകളിലെല്ലാം വളരെ ഹൈലൈറ്റഡ് ആയിരുന്നു പ്രിയങ്ക ചേച്ചി. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അതെല്ലാം? അതിനാദ്യമേ നിങ്ങളോടൊക്കെയാണ് നന്ദി പറയേണ്ടത്. നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ഇടമെങ്കിലും നേടാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. അത് ചേച്ചിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ഇടം ഉണ്ടെന്നുള്ളത്. തീർച്ചയായും അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്തായാലും എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ചോദിക്കാൻ വന്നത്, ഇപ്പോൾ നമ്മുടെ ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒരു 5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ലോങ് ഡയലോഗ്, അടിച്ചാൽ പറ്റാത്ത ഒരു ഡയലോഗ് അങ്ങ് കാച്ചിങ്ങ് വിടുകയാണ്. അപ്പോൾ ഡയറക്ടർ സാർ നമ്മുടെ സ്ക്രീനിൽ നോക്കിയിട്ട് പറയാണ്, ഷോട്ടെല്ലാം ഓക്കെയാണ്, പക്ഷെ ആ ഫ്രെയിം ഒന്നും ഭംഗിയാവുന്നില്ല. അപ്പോൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വേസിനെ നമ്മൾ ആ സ്റ്റാറിൻ്റെ പുറകെ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മേളിൽ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഫ്രെയിം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലവർ വേസ് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഫ്ലവർ വേസ് അവിടെ എങ്ങും ഇല്ല. അപ്പോൾ ഡയറക്ടർ സാർ പറയുകയാണ്, ഫ്ലവർ വേസ് ഇല്ലെങ്കിൽ ഓക്കെ, നമുക്ക് ആ നായികയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിക്കോളൂ എന്ന്. ഫ്ലവർ വേസിന് പകരം നായികയെ നിർത്തിക്കോളാൻ, അതായത് ഒരു ഉപയോഗവുമില്ല, നമ്മൾ ആ ഫ്ലവർ വേസ് ഒരു ഉപയോഗവും ഇല്ലല്ലോ ആക്ച്വലി അവിടെ. പക്ഷെ ആ നമുക്ക് അവിടെ കൊണ്ടൊരു നായികയെ കൊണ്ടുവരാനാണ് പറയുന്നത്. ആ ഫ്ലവർ വേസിന് ഈക്വൽ ആയിട്ടാണ് നായികയെ കാണുന്നത്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇത്രയും ശക്തിയേറിയ ക്യാരക്ടർ ചെയ്യുന്ന പ്രിയങ്ക ചേച്ചിയെ തേടി വരികയാണെങ്കിൽ ആ ക്യാരക്ടറിനോട് ചേച്ചിക്കുള്ള മനോഭാവം എന്തായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇതുവരെ വളരെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. എൻ്റെ ആദ്യ ചിത്രം വെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ ചിത്രം വെയിൽ മുതൽ കണ്ടിട്ടുണ്ട്. വെയിൽ മുതൽ ഉള്ള കഥാപാത്രങ്ങളൊക്കെ കഥയെ സംബന്ധിച്ചിടത്തോളം അതിനെന്തെങ്കിലും ഒരു പ്രസക്തിയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒരു 2 സീനാണെങ്കിലും എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കതുകൊണ്ട് തന്നെ നായകൻ്റെ കീഴിൽ ഒതുങ്ങുന്ന വെറുതെ ഒരു നായിക സങ്കല്പം എന്നുള്ളൊരു കഥാപാത്രം ചെയ്യാൻ എനിക്ക് മാനസികമായി താല്പര്യമില്ല. അതൊരു ക്യാരക്ടർ റോളാണെങ്കിലും കഥയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത്രയും ശക്തമായൊരു കഥാപാത്രമാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ വില്ലിങ്ങാണ്. അതല്ല പ്രിയങ്ക, സംശയം മറ്റൊന്നുമല്ല. ഒരു ആർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സമാന്തര സിനിമ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവാർഡോ അങ്ങനെയൊക്കെ സാമ്പത്തികമായ പ്രതിഫലത്തിനേക്കാൾ ഉപരിയായ അവാർഡോ മറ്റു കാര്യങ്ങളോ പ്രശസ്തിയൊക്കെ ആകാം. എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ അഭിനയിച്ചാൽ മാത്രമല്ല ഒരു നടി എന്ന നിലയിൽ സാമ്പത്തികമായ നിലനിൽപ്പ് ഭദ്രമാക്കാൻ പറ്റും. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരില്ലേ, നിർബന്ധിതയാകില്ലേ? എനിക്ക് വെയിലിന് ശേഷം, ഇതിനുള്ള ഉത്തരം, എനിക്ക് വെയിലിന് ശേഷം നിരവധി ചിത്രങ്ങൾ വന്നു. കൊമേഴ്ഷ്യലി ഇത്തരത്തിലുള്ള ഈ നായികയായിട്ട് വെറുതെ ഒതുങ്ങേണ്ടി വരുന്ന നിരവധി ചിത്രങ്ങൾ വന്നു. അപ്പോഴൊക്കെയും എൻ്റെ ഒരു തീരുമാനം, ഞാനൊരു 10 പടം ചെയ്താലും അത് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം പ്രിയങ്ക എന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ പ്രിയങ്കയുടേതായ ഒരു 3 ചിത്രങ്ങൾ ഉണ്ടാകണം, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിത്രങ്ങളോട് ഞാൻ എപ്പോഴും മാനസികമായൊരു വിമുഖത കാട്ടിയിരുന്നു. അത് ശരി, അതാണ് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നല്ല കഥാപാത്രങ്ങൾക്കായി അല്ല, കൊമേഴ്ഷ്യൽ ഫിലിംസ്, ഞാനൊരു കൊമേഴ്ഷ്യൽ ഹീറോയിനാണ്. എൻ്റെ ആദ്യത്തെ ചിത്രം മുതൽ ഇപ്പോൾ വിലാപങ്ങൾക്കപ്പുറവും അതൊരു ഓഫ് ബീറ്റ് ഫിലിം എന്നുള്ള രീതിയിലൊന്നും ഒതുക്കി നിർത്താൻ കഴിയില്ല. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ തന്നെയാണ് ആ ചിത്രത്തിലും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ് സാഹിറ. അവളുടെ ജീവിതമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കൊമേഴ്ഷ്യൽ ഹീറോയിനാണ്. കൊമേഴ്ഷ്യൽ ഫിലിംസ് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫിലിംസ് അത്തരത്തിലുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ചിത്രങ്ങളിലും നായിക അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ